ആത്മഹത്യക്കൊരുങ്ങി 24-കാരിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കോഴിക്കോട് ചേവായൂർ പോലീസിന്റെ വാർത്തയാണത്. സുഹൃത്ത് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് രാത്രിയോടെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാണ് പോലീസ് വീട്ടിലെത്തിയത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. നിഖിലെ, ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതായിട്ട് ഭൂരിപക്ഷം പോലീസുകാരും നമ്മുടെ പോലീസ് സേനയിലുണ്ട്. അത്തരത്തിലൊരു നടപടിയാണ്. നമ്മളുടെ വകയായിട്ടൊരു ബിഗ് സല്യൂട്ട് അവർക്ക്. സംഭവം എന്തായിരുന്നു? ഹഷ്മി കൃഷ്ണ, കഴിഞ്ഞ ദിവസം രാത്രി 12:30 ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. തൻ്റെ സുഹൃത്ത് ആ കുട്ടിയെ അപകടത്തിലാണ്, ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോവുകയാണ്, അങ്ങനെ ഒരു സന്ദേശം തനിക്ക് അയച്ചു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്നായിരുന്നു ആ സന്ദേശം. ഈ പെൺകുട്ടിയുടെ വീട് കൃത്യമായി വിളിച്ച ആൾക്ക് അറിയില്ലായിരുന്നു. ഏതാണ്ട് NGO ക്വാർട്ടേഴ്സ് പരിസരത്താണ് എന്ന് മാത്രം വിവരം കൈമാറി. ഉടനെ തന്നെ ചേവായൂർ പോലീസ് ഈ പെട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്ന ആളുകളെ ഈ വിവരം അറിയിക്കുന്നു. അവർ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ടവർ പരിശോധിച്ച് ഏകദേശം വീട് എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നു. 12:30 ഈ SIയുടെ ചുമതലയുള്ള സജീവ് കുമാറും സംഘവും ഈ മേഖലയിലെത്തുന്നു, NGO ക്വാർട്ടേഴ്സ് മേഖലയിലെത്തുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. രാത്രി 12:30 കഴിഞ്ഞാണ് സമയമെന്ന് ഓർക്കണം. ഓരോ വീടുകളിലും കയറി ഈ പെൺകുട്ടിയുടെ വീട് ഏതാണെന്ന് അന്വേഷിക്കുന്ന ഒടുവിൽ ആ വീട്ടിലെത്തുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അവർക്ക് അറിയില്ലായിരുന്നു ഈ സംഭവം. ആ പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയെ കണ്ട് ദീർഘനേരം സംസാരിച്ച്, അതായത് എന്താണ് തൻ്റെ പ്രശ്നമെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ പെൺകുട്ടി അവരോട് മനസ്സ് തുറക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരിക്കലും അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് കടക്കില്ല എന്ന് ഉറപ്പ് കിട്ടിയ ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് ഈ സജീവ് കുമാറിന് അല്പസമയം മുൻപ് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതിന് പിന്നാലെയാണ് അവർ വീട്ടിൽ നിന്ന് മടങ്ങിയതും. ഇപ്പോൾ ആ പെൺകുട്ടി പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതൊരു ആശ്വാസകരമായിട്ടുള്ള വിവരവുമാണ്. നിഖിൽ പ്രമേഷാണ് നല്ല പോലീസിന്റെ വാർത്ത നൽകിയത്. നല്ല പോലീസുകാരും ഉണ്ട്, നല്ല പോലീസുകാരാണ് കൂടുതൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.